ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിന് മുൻപുള്ള വീഡിയോയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ചൊവ്വാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പോകുമോ എന്ന് കരുതിയിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ വട്ടയിലാണ് ഇറക്കി വെച്ചത്. അപ്പോൾ ഇത് ഇത്ര എത്തിയിട്ടാ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ഇത്ര എത്തി. പിന്നെ ഞാനൊക്കെ വേഗമൊക്കെ തുടച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് ഒന്ന് ഇളക്കി വെച്ചതാണ്. നല്ല മഞ്ഞൊക്കെ ഉണ്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ മൂക്കും വായൊക്കെ അടച്ചിട്ടേ ചായപ്പണി ആദ്യം തുടങ്ങാം. അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ആദിലിനെ മദ്രസയിൽ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. മോൾക്ക് രാത്രിയിലാണ് മദ്രസ. അപ്പോൾ 6:30 ആയാലും നേരം വെളുക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവനെ മദ്രസയിലൊക്കെ കൊണ്ടാക്കാൻ പോയിട്ട് വന്നു. ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമുക്ക് രാവിലെ ദോശയാണ്. തിന്നോ? ചമ്മന്തി നമുക്ക് തിന്നോ? അപ്പൊ നമുക്ക് ദോശ തിന്നാം. തിന്ന്. ഇങ്ങനെ മുക്കി സൂപ്പർ സൂപ്പർ ആണ്. സൂപ്പർ സൂപ്പർ അടിക്കുന്ന സൂപ്പർ. ഓക്കെ. അങ്ങനെ പണികളൊക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അയ്യാൻകുട്ടി കാണിച്ചൊരു വികൃതിയാണ് കേട്ടോ. മോളുടെ മേക്കപ്പ് സെറ്റ് എടുത്തിട്ട് അവൻ ഫുള്ളായിട്ട് അങ്ങോട്ട് മേക്കപ്പ് ചെയ്ത ഒരു ഭാഗമാണ്. അപ്പം അതിന് മോളൊന്ന് ഒച്ച വെച്ചു കേട്ടോ. വഴക്ക് പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ ഇത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തോട്ടത്തിൽ പാലെടുക്കാൻ എത്തിയിട്ടോ. അപ്പോൾ മോൾക്ക് ഇന്ന് 12 മണിക്കാണ് എക്സാം. അപ്പോൾ അവൾ അവിടെ നിന്ന് ബസ് കയറി പോകാമെന്ന് വെച്ചിട്ട് അവളും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ സ്കൂളിലൊക്കെ പോയി. അപ്പോൾ പാലൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പാലൊഴിച്ച് വെച്ച ബാരൽ ഇതുപോലെയാണ് കേട്ടോ വണ്ടിയിലൊക്കെ അവർ ഏറ്റിക്കൊണ്ട് പോകുന്നത്. അതായത് 2 വലിയ കമ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കും. അതിനുശേഷം ഈ ബാരൽ ഇങ്ങോട്ട് ചരിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ച് അതിൻ്റെ താഴെ തന്നെ വെയിറ്റിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടാകും. ഓരോ ബാരൽ എടുക്കുമ്പോൾ അവർ വെയിറ്റ് നോക്കിയിട്ടാണ് എടുക്കുക. മാത്രമല്ല ആ പാലിൻ്റെ DRC നോക്കും കേട്ടോ. DRC നോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊഴുപ്പ് നോക്കും. അതിനനുസരിച്ചിട്ടാണ് മുതലാളിമാർക്ക് അവർ അതിൻ്റെ പൈസയൊക്കെ കൊടുക്കുന്നത്.
അപ്പോൾ ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാനോടൊക്കെ ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അതിൽ കയറ്റുകയെന്ന് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെയാണ് വണ്ടിയിലൊക്കെ ഈ പാല് കയറ്റുകയെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങളോട് പാലൊഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവർ വന്നിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്, എൻ്റെ കൂട്ടുകാരും ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കൊണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.